ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ നോർവേയെ തറപറ്റിച്ച് ത്രസിപ്പിക്കുന്ന വിജയവുമായി ഇംഗ്ലണ്ട് സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരെ അങ്ങേയറ്റം ആവേശത്തിന്റെ മുനമ്പിൽ നിർത്തിയ മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് ത്രീ ലയൺസ് വിജയം അടിച്ചെടുത്തത്. സൂപ്പർ താരം ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ തകർപ്പൻ ഇരട്ട ഗോളുകളാണ് ഇംഗ്ലണ്ടിന് ചരിത്ര വിജയം സമ്മാനിച്ചത്. നോർവേക്കായി ആൻഡ്രെ ഷെൽഡ്രപ്പ് ഒരു ഗോൾ മടക്കിയെങ്കിലും എക്സ്ട്രാ ടൈം വരെ നീണ്ട പോരാട്ടത്തിൽ ഇംഗ്ലീഷ് വീര്യത്തിന് മുന്നിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. തുടക്കത്തിൽ തികച്ചും പ്രതിരോധത്തിൽ നിന്നൂന്നിയ തന്ത്രങ്ങളുമായാണ് ഇരു ടീമുകളും കളത്തിലിറങ്ങിയത്. ആദ്യ 20 മിനിറ്റുകളിൽ പിഴവുകൾ വരുത്താതിരിക്കാൻ ഇരുപക്ഷവും അതീവ ജാഗ്രത പുലർത്തിയതോടെ കളി അല്പം മന്ദഗതിയിലായി. എന്നാൽ കളി ചൂടുപിടിച്ചതോടെ ആക്രമണങ്ങളുടെ വേലിയേറ്റമാണ് മൈതാനത്ത് ദൃശ്യമായത്. ഹൈഡ്രേഷൻ ബ്രേക്കിന് തൊട്ടു മുൻപ് ഇംഗ്ലണ്ടിന് അനുകൂലമായൊരു സുവർണാവസരം ലഭിച്ചെങ്കിലും നിക്ക ഒഴയിലേക്ക് കൃത്യമായി പാസ് കണക്ട് ചെയ്യാൻ സാധിക്കാതെ പോയത് അവർക്ക് തിരിച്ചടിയായി. തൊട്ടു പിന്നാലെ 29-ാം മിനിറ്റിൽ നായകൻ ഹാരി കെയ്ൻ എടുത്ത് ഫ്രീ കിക്ക് ലക്ഷ്യം കാണാതെ ക്രോസ് ബാറിന് മുകളിലൂടെ പറന്നുപോയി. ഇതിനിടയിൽ 36-ാം മിനിറ്റിൽ കളിയിലെ ആദ്യ പ്രഹരം നോർവേയുടെ വകയായിരുന്നു. ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡേഗാർഡ് നൽകിയ അളന്നു മുറിച്ച പാസ് സ്വീകരിച്ച ആൻഡ്രെ ഷെൽഡ്രപ്പ് ഒട്ടും സമയം കളയാതെ ഇംഗ്ലീഷ് വല കുലുക്കി നോർവേയ്ക്ക് അപ്രതീക്ഷിത ലീഡ് സമ്മാനിച്ചു. ഗോൾ വഴങ്ങിയതോടെ ഉണർന്നു കളിച്ച ഇംഗ്ലണ്ട് പ്രത്യാക്രമണങ്ങൾ ശക്തമാക്കിയെങ്കിലും നോർവേയുടെ പ്രതിരോധ കോട്ട തകർക്കാൻ അവർ ഒരുപാട് പാടുപെട്ടു. ഒടുവിൽ ആദ്യ പകുതിയുടെ അധിക സമയത്ത് ഇംഗ്ലണ്ട് കാത്തിരുന്ന സമനില ഗോൾ പിറന്നു. ആന്റണി ഗോൾഡൻ ഇടത് വിങ്ങിലൂടെ നടത്തിയ മികച്ച മുന്നേറ്റത്തിനൊടുവിൽ നൽകിയ പന്ത് സ്വീകരിച്ച് 2 നോർവീജിയൻ ഡിഫൻഡർമാരെ അനായാസം വെട്ടിച്ച ജൂഡ് ബെല്ലിംഗ്ഹാം തൊടുത്ത ഇടംകാൽ ഷോട്ട് നോർവേയുടെ വല തുളച്ചു കയറുകയായിരുന്നു. ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹാരി കെയ്ൻ വീണ്ടും പന്ത് വലയിൽ എത്തിച്ചെങ്കിലും റെഫറി ഓഫ് സൈഡ് വിളിച്ചതോടെ ഇംഗ്ലീഷ് ക്യാമ്പിന്റെ ആഘോഷം താൽക്കാലികമായി അവസാനിച്ചു. രണ്ടാം പകുതിയിൽ കളി കൂടുതൽ ആവേശഭരിതമായി മാറി. തുടർച്ചയായ ആക്രമണങ്ങളുമായി ഇംഗ്ലണ്ട് മുന്നേറുന്നതിനിടെ 55-ാം മിനിറ്റിൽ ടോബോൺ ഹെഗമിലൂടെ നോർവേ വീണ്ടും ലീഡ് എടുത്തതായി തോന്നിച്ചെങ്കിലും വാർ പരിശോധനയിലൂടെ റെഫറി ആ ഗോൾ നിഷേധിച്ചു. സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് ഇംഗ്ലീഷ് താരം എലിയറ്റ് ആൻഡേഴ്സനെ ഫൗൾ ചെയ്തതായി വാറിൽ വ്യക്തമായതാണ് നോർവേയ്ക്ക് തിരിച്ചടിയായത്. തൊട്ടു പിന്നാലെ ക്രിസ്റ്റഫർ അയറിന്റെ ഹെഡർ ക്രോസ് ബാറിൽ തട്ടിത്തെറിച്ചതും നോർവേയ്ക്ക് നിർഭാഗ്യമായി. നിശ്ചിത സമയം അവസാനിക്കാറായിട്ടും ഇരു ടീമുകൾക്കും കൂടുതൽ ഗോളുകൾ നേടാനാകാത്തതോടെ മത്സരം അധിക സമയത്തേക്ക് നീണ്ടു. എക്സ്ട്രാ ടൈം ആരംഭിച്ച മിനിറ്റുകൾക്കകം തന്നെ ഇംഗ്ലണ്ട് തങ്ങളുടെ വിജയം ഉറപ്പിച്ച രണ്ടാം ഗോൾ കണ്ടെത്തി. മോർഗൻ റോജേഴ്സ് തൊടുത്ത ശക്തമായ ഷോട്ട് നോർവേ ഗോൾ കീപ്പർ റോസാൻ നൈലാൻഡ് തടുത്തിട്ടെങ്കിലും റീബൗണ്ടായി വന്ന പന്ത് ജൂഡ് ബെല്ലിംഗ്ഹാം അതിവിദഗ്ധമായി വലയ്ക്കുള്ളിലാക്കി ഇംഗ്ലണ്ടിന് ലീഡ് നേടിക്കൊടുത്തു. തുടർന്ന് ജഡ് സ്പെൻസിനെ ബോക്സിനുള്ളിൽ ഓസ്കാർ ബോബ് ഫൗൾ ചെയ്തതിന് റഫറി ആദ്യം പെനാൽറ്റി വിധിച്ചെങ്കിലും വീണ്ടും വാർ പരിശോധന നടത്തിയ ശേഷം ആ തീരുമാനം പിൻവലിക്കുകയായിരുന്നു. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ 1-2 ഗോളുകളുടെ ആധികാരിക ജയത്തോടെ ഇംഗ്ലണ്ട് ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് രാജകീയമായി പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു.